കൊച്ചിയിലെ വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിലെ പണം തട്ടിപ്പ് കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ പരാതികൾ. തട്ടിയെടുത്ത പണം പ്രതികൾ ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തി. പണം അടുത്ത ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? വിഷ്ണു, അന്വേഷണം തുടരും തോറും വലിയ ഒരു തട്ടിപ്പിന്റെ ആഴങ്ങളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ആളുകളെ പലരെയും പുറത്തേക്ക് കടത്തി എന്നത് സംബന്ധിച്ചുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതനുസരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് കൂടുതൽ ഗുരുതരമായ പരാതികൾ ഉയരുകയും ചെയ്യുന്നത്. തട്ടിയെടുത്ത പണം ആഡംബര ജീവിതത്തിന് ഉപയോഗിക്കുകയും അടുത്ത ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയുമാണ് ഈ പ്രതികൾ ചെയ്തത്. നിരവധി വിദേശയാത്രകൾ അവർ നടത്തിയിട്ടുണ്ട്. മുഖ്യപ്രതി സുജിത് വി.എസ് നിലവിൽ റിമാൻഡിലാണുള്ളത്. ഇത് കൂടാതെ കമ്പനിയിലെ മറ്റ് സ്റ്റാഫുകളായ ഗോഡ്സൺ ദേവസി, ഒപ്പം തന്നെ കിഷോർ കുമാർ, റെയ്മോൾ, ബിജോ ജോസഫ് എന്നിവരാണ് ഇതിലെ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഒളിവിലിരുന്നും തട്ടിപ്പിനിരയായ സ്ഥാപന ഉടമയും മറ്റു സ്റ്റാഫുകളെയും ഭീഷണിപ്പെടുത്തുന്നു എന്ന ഒരു പരാതി കൂടി ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ചും പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. പ്രതികൾ തട്ടിപ്പ് നടത്തിയത് ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ സമാനമായ പേരിൽ മറ്റു സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. എംപവർ CGI, അതുപോലെ തന്നെ ഫ്ലൈവീസ് ഓവർസീസ് എന്നീ പേരുകളിലാണ് തട്ടിപ്പുകൾ നടന്നത് എന്നതും വ്യക്തമായിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നിലവിൽ പോലീസ്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.